ഹായ് ഗായ്സ്, അൻസൂസ് വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഞങ്ങളിന്ന് പോകുന്നത് കർണാടകയിലേക്കാണ്. ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. കർണാടകയിൽ എത്തുമ്പോൾ തന്നെ വൈകുന്നേരമാവും. പിന്നെ ഫോറസ്റ്റ് സഫാരി മോർണിംഗിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ മലനിരകൾ കാണാൻ എന്തൊരു ഭംഗിയാണ് ഗായ്സ്. ഇതാണ് ബനാരി ചെക്ക് പോസ്റ്റ്. ഇപ്പം തന്നെ നേരം ഇരുട്ടാൻ തുടങ്ങി. ഞങ്ങൾക്ക് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണം. കാട്ടിലൂടാണ് ഇപ്പോഴത്തെ യാത്ര. റോഡ് സൈഡിൽ മയിലുകളൊക്കെ നിൽപ്പുണ്ട്. നേരം ഇരട്ടിയപ്പോൾ തന്നെ ഞങ്ങളൊരു ഹോട്ടൽ റൂം എടുത്ത് സ്റ്റേ ചെയ്തു. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അതിരാവിലെ ഞങ്ങളെല്ലാം റെഡിയായി ഫോറസ്റ്റ് സഫാരിക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഈ സ്ഥലത്താണ് ടിക്കറ്റ് എടുക്കുന്നത്. ബസ്സിലും ജിപ്സിയിലുമൊക്കെ നമുക്ക് ഫോറസ്റ്റിലേക്ക് പോകാം. അതിൻ്റെ റേറ്റിന് ഡിഫറൻസ് വരും. ഞങ്ങൾ ജിപ്സി നോക്കിയപ്പം ജിപ്സി എല്ലാം ബുക്ക്ഡ് ആയിരുന്നു. പിന്നെ ബസ്സിലേക്ക് തന്നെ ടിക്കറ്റ് എടുത്തു. ഈ ബസ്സിലാണ് ഞങ്ങൾ ഫോറസ്റ്റ് സഫാരിക്ക് പോകുന്നത്. ഇത് ഇന്ത്യൻ സിവറ്റിൻ്റെ ഒരു സ്റ്റാച്ചു ആണ്. സഫാരിയുടെ റേറ്റും ടൈമിങ്ങും ഒക്കെ ഈ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളൊരു സംഘം നേരെ ഫോറസ്റ്റിലേക്ക് പോവുകയാണ്. ഫോറസ്റ്റ് സഫാരിക്ക് പോകുമ്പം നമ്മൾ കുറേ എക്സ്പെക്റ്റേഷൻ ഒന്നും വെച്ചിട്ട് പോകരുത്. അത് ഓരോരോ ആൾക്കാരുടെ ലക്കാണ്. ചില ടൈമിൽ എല്ലാ മൃഗങ്ങളെയും കാണാൻ പറ്റും. ചില ടൈമിൽ ഒരു മൃഗത്തിനെയും പോലും കാണാതെ തിരിച്ചു വരേണ്ടി വരും. ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ എൻട്രിയാണ് ഈ കാണുന്നത്. ഞാൻ ഫോറസ്റ്റിലേക്ക് കയറിയപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ കണ്ടത് ഒരു വൈൽഡ് ബോറിനെയാണ്. ഈ കാണുന്ന ഒരു മേൽ പീക്കോക്കാണ്. ആ മരച്ചോട്ടിൻ്റെ അടുത്ത് ഒരു ഫീമെയിൽ പീക്കോക്ക് നിൽപ്പുണ്ട്. അതിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ മെയിൽ പീക്കോക്ക് ഡാൻസ് കളിക്കുന്നത്. ഞങ്ങളെല്ലാവരും അന്തം വിട്ട് നോക്കിയിരിക്കുന്നതുകൊണ്ടായിരിക്കും പീലിയും വിടർത്തി ക്യാമറയുടെ മുമ്പിൽ കുറേ നേരം അത് പോസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കണ്ടു കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയപ്പോഴാണ് ഒരു മാൻകൂട്ടത്തിനെ കണ്ടത്. ഈ കൂട്ടത്തിൽ 2 പേര് ഭയങ്കര ടെററാണ്. ആ 2 പേരും അവിടെ ഭയങ്കരമായിട്ട് ഇടിക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോയപ്പോഴാണ് കാട്ടാനകളെ കണ്ടത്. 2 കാട്ടാനകൾ ഉണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് ഒരു മയിലും കുറേ കുഞ്ഞുങ്ങളും കാട്ടിലൂടെ പാസ് ചെയ്തു പോകുന്നത് ഞങ്ങൾ കണ്ടു. ഈ കാണുന്ന തലയിൽ പൊൻതൂവിലൊക്കെ വെച്ച് ഒരു ഈഗിളാണ്. ഇതിൻ്റെ പേര് സ്പിറ്റൈസസ് എന്നാണ്. ഇത്രയും മൃഗങ്ങളെയൊക്കെ കാട്ടിൽ കാണാൻ പറ്റിയുള്ളൂ. അപ്പം 1 ഹവറാണ് ഈ സഫാരിയുടെ ടൈം. ആ 1 ഹവർ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് കുറേ കൃഷിത്തോട്ടങ്ങളൊക്കെ കാണാം. ഞങ്ങളെല്ലാവരും തിരിച്ചെത്തി. ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് വണ്ടി എടുത്ത് വീണ്ടും യാത്ര തുടങ്ങി. പിന്നെ റോഡ് സൈഡിൽ ഒരുപാട് മാൻകൂട്ടങ്ങളെ കണ്ടു. ഇവർക്ക് പലതരം കൊമ്പുകളൊക്കെയാണുള്ളത്. മാൻകൂട്ടങ്ങളൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് റോഡ് സൈഡിലിരുന്ന് വിശ്രമിക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് സഫാരിക്ക് പോകുന്ന ടിക്കറ്റ് എടുക്കാൻ പറ്റും. എന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള റൂംസും ഉണ്ട്. പിന്നീട് ഞാൻ ഒരു കൂട്ടം കാട്ടുപോത്തുകളെയാണ് കണ്ടത്. റോഡ് സൈഡിൽ ഒരുപാട് മങ്കികൾ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ മുതുമല ടൈഗർ റിസർവിലേക്ക് കയറി. ഇവിടെ ഒരു ആന നിൽക്കുന്ന കണ്ട് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് കാട്ടാനയല്ല, നാട്ടാനയായിരുന്നു. കാട്ടിലെ ഒരു ലേക്കാണിത്. ഇവിടെ കുറേ മങ്കികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. പിന്നെ ലേക്കിൻ്റെ അടുത്ത് കുറേ ആൾക്കാരിരുന്ന് വിശ്രമിക്കുന്നുണ്ട്. കാട്ടിലെ മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കുന്ന ഈ ലേക്കിൽ നിന്നായിരിക്കും. അടുത്ത ഞങ്ങൾ എത്തിയിരിക്കുന്ന ഒരു കൊമ്പൻ്റെ ഫ്രണ്ടിലേക്കാണ്. റോഡ് സൈഡിൽ എന്തൊക്കെയോ തിന്നുകൊണ്ട് നിൽക്കുമായിരുന്നു. സെക്യൂരിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളെ അവിടെ നിൽക്കാൻ അനുവദിച്ചില്ല. അങ്ങനെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ നിന്ന് ഞങ്ങൾ പോവുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ വരുന്നവരെ ടാറ്റ.